രാത്രി ഒരുപാട് സമയം ഫോൺ കളിച്ചിട്ടാണോ ഉറക്കമില്ലാഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. ചില ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മുഖമൊക്കെ നല്ല ബലൂണ് പോലെ ഉണ്ടാവും. പിന്നെ അതൊക്കെ ഒന്ന് മാറി വരണേ തന്നെ കുറേ സമയം എടുക്കും. ഇതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലാണ് ശരിക്കും പെട്ടുപോകാറ്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഞാൻ ചെയ്യാറ് ഒരു പാത്രത്തിനകത്ത് വെള്ളം വെച്ച് ഐസ് ക്യൂബൊക്കെ വെച്ചിട്ട് മുഖം ചെറുതായിട്ട് താഴ്ത്തിയും പൊന്തിച്ചും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ചിലപ്പോഴൊക്കെ സെറ്റായി വരാറുണ്ട്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് എവിടെയും പോകാനില്ലാത്തതുകൊണ്ട് വലിയ ടെൻഷൻ അടിക്കാതെ ശരിയാകുമ്പോൾ ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിൽ കയറിയിട്ട് ചോറിനുള്ള പരിപാടികളൊക്കെ നോക്കി. ആദ്യം തന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കി, മുട്ട പൊരിച്ചു. അതിന്റെ ഇടയ്ക്ക് അമ്മ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒരുപാട് ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിക്കൻ വെച്ചിട്ട് ഒരു അച്ചാറങ്ങ് ഉണ്ടാക്കി. നല്ല രസമുള്ള ഒരു അച്ചാറാട്ടോ. ചോറിന് ഇത് മാത്രം മതി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് കാലിയാവുന്ന സാധനമാണ്. ഒരുപാട് ദിവസമൊന്നും എന്താണെങ്കിലും സൂക്ഷിച്ച് വെക്കാൻ പറ്റൂല. അങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുകയാണെങ്കിൽ മീനൊന്നും ഇല്ലാത്ത ദിവസം അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. എനിക്കാണെങ്കിൽ ഉണ്ടാക്കിയപ്പോൾ തന്നെ കൊതി സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് ചോറ് എടുത്തു കേട്ടോ. അപ്പം ഉണ്ടാക്കിയ അച്ചാറും മാങ്ങാ ചമ്മന്തിയും കൊണ്ടാട്ടോ മുളക് മുട്ട കറി ഒക്കെ കൂടെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഫോൺ നോക്കിയിരുന്നപ്പോഴാണ് ഒരു കാര്യം കണ്ടത്. ഇന്ന് അബിയുടെ, അതായത് എൻ്റെ അനിയന്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരാളാട്ടോ. നമ്മുടെ ഇൻസ്റ്റ ഹാൻഡിൽ ചെയ്യുന്നതും ഒക്കെ അവനാണ്. അപ്പൊ അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. എനിക്കെന്താണെങ്കിലും ഇപ്പൊ അവൻ വർക്ക് ചെയ്യുന്ന ഇടത്തിൽ പോയിട്ട് കാണാനൊന്നും പറ്റൂല. അതുകൊണ്ട് അവന്റെ ഫ്രണ്ട് വഴി അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യന്റെ നമ്പർ വാങ്ങിയിട്ട് അവനെ കോൺടാക്ട് ചെയ്തു. അവൻ വഴി അവനൊരു സർപ്രൈസ് കൊടുത്തു കേട്ടോ. ചെറിയൊരു കേക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അതിൽ പോലും അവൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. പെട്ടെന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ അവൻ നാണം കൊണ്ട് ചിരിക്കാന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് അവന്റെ കണ്ണൊന്ന് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ചെറുതായിട്ട് കലങ്ങിയിട്ടുണ്ട് എന്ന്. എന്താണെങ്കിലും ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. ലവ് യു ഓൾ.